നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ അവിനാശിൽ നിന്ന് സുധീഷ് ആ കാര്യങ്ങളൊക്കെ അറിയുവാണ്. ചാന്ദിനിയെ സുഭാഷിന് വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് സുഭാഷ് ചേട്ടന് ഇത്ര മാറ്റം ഉണ്ടാകാൻ കാരണം. കല്യാണമൊക്കെ മുടങ്ങിപ്പോയതിൽ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു സുഭാഷ് ചേട്ടൻ. പക്ഷെ പെട്ടെന്നാണ് സുഭാഷിന് ആ മാറ്റം ഉണ്ടായെന്നുള്ള കാര്യം സുധീഷ് തിരിച്ചറിഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് സുധീഷ് എല്ലാവരോടും ആ കാര്യങ്ങൾ പറയണം. സുഭാഷ് ചേട്ടൻ എന്തുകൊണ്ടാണ് 2 ദിവസമായിട്ട് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്? ആ ചാന്ദിനി എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, അവളെ കല്യാണം ആലോചിച്ചിട്ടുണ്ട്. അവിനാശ് കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് സുഭാഷ് ചേട്ടൻ്റെ ഈ സന്തോഷത്തിന് കാരണം. എല്ലാവർക്കും അതൊരു പുതിയ അറിവായിരുന്നു. പിന്നീട് സുഭാഷിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സുഭാഷിന് മുഖത്തൊരു നാണമൊക്കെ ഉണ്ടായി. ഇതിനു മുമ്പ് ഇല്ലാത്തൊരു നാണവും കാര്യങ്ങളൊക്കെ. അപ്പം തന്നെ അവർക്ക് മനസ്സിലായി സുഭാഷിന് ചാന്ദിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം. പിന്നീട് പതിവ് പോലെ തന്നെ നിധി ജോലിക്ക് പോകാനായിട്ട് നികേഷിനും കൂട്ടി പോകുകയാണ്. അങ്ങനെ അവിടെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഗായത്രി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. സുധീഷും കൂടെ അങ്ങോട്ട് വന്നു. സുധീഷ് ഗായത്രിയോട് പോയി ഭയങ്കര സൊള്ളലും കാര്യങ്ങളൊക്കെയാണ്, ഭയങ്കര സംസാരം കാര്യങ്ങളും നിധിയെ കാണിക്കാൻ വേണ്ടിയിട്ട്. നിധിക്ക് അത് കണ്ടുകഴിഞ്ഞ് പൊട്ട് സഹിച്ചില്ല. നികേഷ് പറഞ്ഞു, എന്നാലും നിധിയെടുത്തി ഇങ്ങനെയുണ്ടോ? സുധീഷയുടെ കണ്ടില്ല, യാതൊരു നാണോ ഇല്ലാതെ അവളോട് പോയി സംസാരിച്ചുകൊണ്ടിരിക്കണേ. നികേഷിന് ഭയങ്കര ദേഷ്യമായിരുന്നു. നിധി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലടാ, ചില പെൺകുട്ടികളുണ്ട് ഇങ്ങനെ. നിധിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് സുധീഷിനെ പോയി ചീത്ത പറയാൻ പറ്റില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം സുധീഷിന് തോന്നും തനിക്ക് സുധീഷിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയെന്ന്. അത് വേണ്ട, അത് നാണക്കേടുണ്ടാക്കുന്ന കാര്യമല്ലേ. സുധീഷിനോടുള്ള ഇഷ്ടം തൻ്റെ മനസ്സിൽ മതി എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നിധിയുടെ മനസ്സിൽ. അതുകൊണ്ട് നിധിയാണെങ്കിലും കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ബസ് എത്രയും പെട്ടെന്നൊന്നും വന്നാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ബസ് വന്നിപ്പോൾ നികേഷും നിധിയൊക്കെ ബസ്സിൽ കയറി പോവാണ്. സുധീഷിന് സമാധാനമായി. താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നൊരു ചിന്ത വന്നു. അങ്ങനെ ഒരു ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോഴത്തേനും അവിനാശും കൂടെ അങ്ങോട്ട് വന്നു. പിന്നീട് അവിനാശിനോട് പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ സൈറ്റിലെ ജോലി തീർക്കണം. എഞ്ചിനീയർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അധിക ദിവസമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. നമ്മൾ മാക്സിമം ജോലി ചെയ്യുന്നുണ്ടല്ലോ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് ചാന്ദിനി വരുന്നത്. ചാന്ദിനി ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ആയിട്ട് വന്നതാണ്. അങ്ങനെ വന്ന് ഫുഡൊക്കെ വിളമ്പി വെക്കുന്ന സമയത്ത് ചാന്ദിനി സുഭാഷിനോട് പറഞ്ഞു, ഇത് കൂട്ട് ഫുഡ് എടുത്ത് കഴിച്ചു നോക്ക്, കൊള്ളാവെന്ന് പറയാൻ പറഞ്ഞു. സുഭാഷ് എന്ത് ചെയ്തു? ചാന്ദിനി കൊണ്ടുവന്ന ഫുഡാണ് കഴിക്കാനായിട്ട് ഒരുങ്ങണത്. അപ്പോഴേക്കും അവിനാശിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവിനാശ് പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവിനാശ് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. പിന്നീട് സുഭാഷ് ചാന്ദിനിക്ക് കുറച്ച് ചപ്പാത്തിയും കറി എടുത്തു കൊടുത്തു. അപ്പോൾ ചാന്ദിനി ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടാ വരുന്നത്. അവരുടെ മെയിനായിട്ടുള്ള ഫുഡ് ചപ്പാത്തിയാണല്ലോ. ചപ്പാത്തി കൊടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞു. ചാന്ദിനി കഴിച്ചു. പിന്നീട് ചാന്ദിനി തൻ്റെ കയ്യിലുള്ള വള കാണിച്ചിട്ട് പറഞ്ഞു, അതെ എനിക്കിതുപോലത്തെ കുറച്ച് വള വാങ്ങിത്തരാമെന്ന് ചോദിച്ചു. ആദ്യം സുഭാഷിന് മനസ്സിലായില്ല, കാരണം ഭാഷ വലിയൊരു പ്രശ്നം തന്നെയാണ്. ചാന്ദിനി എന്താ ഉദ്ദേശിക്കണമെന്ന് സുഭാഷിന് മനസ്സിലാവണമെങ്കിൽ കുറേ സമയം പിടിക്കും. ചാന്ദിനിക്ക് മലയാളം അറിയത്തില്ലല്ലോ, സുഭാഷിനാണെങ്കിൽ ഹിന്ദി അറിയത്തില്ല. ഒടുവിൽ കയ്യിലെ വളയൊക്കെ കാണിച്ച് ചാന്ദിനി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുഭാഷിന് തോന്നി വള മേടിച്ചു കൊടുക്കാനാന്ന്. സുഭാഷ് വളയൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. ചാന്ദിനിക്ക് സമാധാനമായി, സന്തോഷമായി. ചാന്ദിനി സുഭാഷിനെ തന്നെ നോക്കുകയാണ്. ഇടയ്ക്ക് സുഭാഷ് ചാന്ദിനിയെ നോക്കി. അങ്ങനെ നോക്കണ സമയത്ത് ചാന്ദിനിയുടെ കണ്ണുകളിലെ പ്രണയം സുഭാഷ് തിരിച്ചറിയുന്നുണ്ട്. സുഭാഷിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നേ ആ ക്ഷേത്രത്തിൽ പോയ സമയത്ത് അവിടെ വെച്ച് ചാന്ദിനി തെന്നി വീഴാൻ പോയപ്പം തൻ്റെ കയ്യിലേക്ക് പിടിച്ച് താൻ അവളെ കോരിയെടുത്തു ആ ഒരു ഓർമ്മയാണ്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സുഭാഷിനും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഫുഡ് കഴിക്കണേ. ആ സമയം നിധി ഓഫീസിലേക്ക് എന്ന് തൻ്റെ വർക്കുകളൊക്കെ തുടരുകയാണ്. അപ്പോഴേക്കും ദിവ്യ വന്നിട്ട് പറഞ്ഞു, അതെ നാളെ ഇമ്പോർട്ടൻ്റ് ഒരു പ്രോജക്റ്റാണ് സബ്മിറ്റ് ചെയ്യാനുള്ളത്. അതെൻ്റെ പകുതി മുക്കാലും തീർന്നിട്ടുണ്ട്. ദിവ്യയും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് അവരുടെ ബോസ് പ്രവീൺ അങ്ങോട്ട് വരുന്നത്. പ്രവീൺ വന്നിട്ട് ചോദിച്ചു, എങ്ങനെയാ കാര്യങ്ങളൊക്കെ, പ്രോജക്റ്റ് തീർന്നോന്ന് ചോദിച്ചു. ദിവ്യ പറഞ്ഞു, ദേ നിധിയുടെ പ്രോജക്റ്റ് ഏകദേശം തീർന്നെന്ന് പറഞ്ഞു. കൊള്ളാലോ, നല്ല രീതിയിൽ തന്നെയാണോ? നാളെ പ്രസൻറ്റ് ചെയ്യാനുള്ള അറിയാലോ. നിധി പറഞ്ഞു, ചെയ്തിട്ടൊക്കെ ഉണ്ട് സാർ, പക്ഷേങ്കിൽ എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല, നിധിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, നന്നായിട്ട് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നാളത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ്. ഒരു 10-11 മണിക്കായിരിക്കും അവർ വരുന്നത്. അപ്പോൾ ആ ക്ലയൻറ്റിനെ നമ്മുടെ പ്രോജക്റ്റ് കാണിച്ച് അവരെ തൃപ്തിപ്പെടുത്തണം. അറിയാലോ, ഈ വർക്ക് നമുക്ക് ഒരു കാരണവശാലും നഷ്ടപ്പെട്ടുകൂടാ. ശരിയെന്ന് പറഞ്ഞു. നാളെ ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവീൺ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ദിവ്യ പറഞ്ഞു, നിന്നിൽ എന്താണെങ്കിലും
സാറിന് നല്ലൊരു മതിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, നിധിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും നിധിയുടെ വക്കീൽ വിളിക്കുകയാണ് നിധീനെ. കുടുംബ കോടതിയിലെ ബാധിക്കുന്ന വക്കീൽ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നാളെയാണ് 21-ാം തീയതി, നാളെയാണ് കുടുംബ കോടതിയിൽ കേസിന് വിളിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞോന്ന് പറഞ്ഞു. നാളെ ഒരു 10 മണി കഴിയുമ്പോൾ പറഞ്ഞോന്ന് പറഞ്ഞു. നിധി ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. അല്ല മാഡം, അത് പിന്നെ എന്താ നിധി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നാളെ ഓഫീസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലിയുണ്ട്, അത് ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റുന്നതല്ല മാഡം. ഒന്ന് കുറച്ച് സമയം മാറ്റി വെക്കാൻ പറ്റുമോ? അങ്ങനെ നാളെ മാറ്റി വെക്കാനൊന്നും പറ്റില്ല, പിന്നെ നോക്കട്ടെ. നാളെ നിങ്ങൾ വന്നില്ലെങ്കിൽ പിന്നെ സമയം മാറ്റാനൊന്നും പറ്റത്തില്ല, പിന്നെ വേറൊരു ദിവസത്തേക്ക് കേസ് വേണമെങ്കിൽ മാറ്റി വെക്കാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഭർത്താവിനോട് വരാൻ പറ, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെങ്കിലും വരാൻ പറഞ്ഞു. നിധി പറഞ്ഞു, നോക്കട്ടെ മാഡം എന്നൊക്കെ പറഞ്ഞു. വരാൻ പറ്റുമെങ്കിൽ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. നിധിക്ക് ആകെപ്പാടെ ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് ഇരിക്കുന്ന സമയത്ത് നികേഷ് സുധീഷിനോട് ചോദിച്ചു, സുധീഷ് ഏട്ടൻ എന്ന് ഉച്ചയ്ക്ക് ആഹാരം കൊണ്ടുപോയിട്ട് കഴിച്ചോന്ന് ചോദിച്ചു. എൻ്റെ പൊന്നോ, ഒന്നും പറയാതിരിക്കുന്ന ഭേദം, ഉപ്പ് കാരണം വായിലേക്ക് വെക്കത്തില്ലായിരുന്നു. സുഭാഷ് വെച്ച് ഉപ്പോ? അതെ. അപ്പോഴേ ഹരീഷ് പറഞ്ഞു, കുറച്ച് ഉപ്പുണ്ടായിരുന്നു. കുറച്ച് ഉപ്പാണോ ഉണ്ടായിരുന്നേ? നല്ല ഉപ്പുണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞു, അത് ശരിയാ, ഫുഡ് കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ല അപ്പം പിന്നെ സുഭാഷ് ഏട്ടൻ കഴിച്ചില്ലേന്ന് ചോദിച്ചു. സുഭാഷ് പറഞ്ഞു, അത് ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, ഇപ്പം സുഭാഷ് ഏട്ടന് ഫുഡ് വേറെയല്ലേ വരുന്നേ? വേറെയോ? എവിടുന്ന്? ഓ, ഇപ്പം മലയാളം ഹിന്ദിയും തമ്മിലൊരു കൂടിച്ചേരലല്ലേ നടക്കുന്നേ. അപ്പം മലയാളത്തുകാരുടെ ഫുഡൊന്നും ഇപ്പോൾ വേണ്ടല്ലോ, ഇപ്പം ഹിന്ദിക്കാരുടെ ഫുഡ് മതി എന്ന് പറഞ്ഞ് കളിയാക്കി. സുഭാഷ് പറഞ്ഞു, ഒന്ന് പോടാ നീ എവിടുന്ന്. ഉള്ളത് പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ ഇപ്പോൾ തുള്ളലല്ലേന്ന് ചോദിച്ചു. ഭാസ്കരനെ പുറത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്താടാ നീ പറഞ്ഞേന്ന് ചോദിച്ചു. അപ്പം അച്ഛന് കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്ന് ചോദിച്ചു. ഇല്ല. അധികം വൈകാതെ അച്ഛൻ്റെ ഒരു ഹിന്ദിക്കാരി മരുമകളെ കിട്ടാൻ പോന്നേ. ഹിന്ദിക്കാരി മരുമകളെ? അതാരടാ? നികേഷ് പറഞ്ഞു, അവിനാശിൻ്റെ പെങ്ങളില്ലേ ചാന്ദിനി, അവരെ സുഭാഷേണ്ണ ആലോചിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, വേണ്ട, അതൊന്നും നടക്കത്തൊന്നുമില്ല. ഹേടാ, ഒന്നാമത്തെ കാര്യം ഭാഷ, ഒരാൾ മലയാളം ഒരാൾ ഹിന്ദി, രണ്ടുപേരും തമ്മിൽ എന്ത് സംസാരിക്കും? കണ്ണ് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. വെറുതെ വേണ്ടാത്ത വയ്യാവലും എന്നിടത്ത് തലേ വെക്കണ്ട. അത് കേട്ടപ്പം ഹരീഷ് പറഞ്ഞു, അച്ഛൻ എന്തിൻ്റെ കേടാ അത്? സുഭാഷേണ്ണ എങ്ങനെയെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് കരുതുമ്പോൾ വെറുതെ ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞൊന്നും മുടക്കാൻ ശ്രമിക്കരുത്. സുഭാഷേട്ടൻ നൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കോ. ഇത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞ, കണ്ടില്ലേ, ചാന്ദിനിയുടെ പേര് കേട്ട് കഴിഞ്ഞപ്പോൾ സുഭാഷേൻ്റെ മുഖത്തെ നാണം കണ്ടോ? സുഭാഷ് പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ്. നിധി ശ്രദ്ധിച്ചു. നിധി പറഞ്ഞു, ശരിയാ, പഴയ സുഭാഷേണ്ണൊന്നുമല്ല, കുറേ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഓ, നാളെ 21-ാം തീയതി ആണല്ലേ? നാളെ തന്നേക്കാം എന്നൊക്കെ വണ്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് ചോദിച്ചു, നാളെ 21-ാം തീയതിയോ? നാളെയല്ലേ നിധി കോടതി കേസെന്ന് ചോദിച്ചു. അതെ. അയ്യോ, അപ്പം നാളെ എന്തു ചെയ്യും? ആ സമയം നിധി ഇങ്ങനെ ആലോചിച്ചു. പെട്ടെന്ന് സുധീഷ് ഓർത്തു, എന്തേലും കള്ളത്തരം പറയാം, കാരണം നാളെ തനിക്ക് കോടതി പോകാൻ പറ്റില്ലെന്ന് നിധിയോട് പറയാം. എങ്ങനെയും ഒഴിവായാലോ. അത് നിധി, നാളെ എനിക്കൊരു അർജൻറ്റായിട്ടൊരു ഓട്ടോ ഉണ്ടായിരുന്നു, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അല്ല നിധി എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, നാളെ എനിക്ക് ഓഫീസിൽ പോയിരിക്കാൻ പറ്റില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്കുണ്ട്. അപ്പോൾ എനിക്ക് നാളെ പോകാൻ പറ്റില്ല. സുധീഷിനോട് ഞാൻ പറയാനായിട്ട് ഇരിക്കുമായിരുന്നു, സുധീഷിനോട് പോകാനായിട്ട്. അപ്പോഴേക്ക് സുധീഷിന് സന്തോഷമായി. രക്ഷപ്പെട്ടു, രണ്ടുപേരും നാളെ പോകുന്നില്ല, സന്തോഷമായി. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. നിധി ചോദിച്ചു, അല്ല സുധീഷിന് പോകാൻ പറ്റുമോ? എനിക്ക് പോകാൻ പറ്റില്ല, നാളെ അർജൻറ്റായിട്ട് എനിക്കൊരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ചെല്ലാതിരിക്കുകയാണെങ്കിൽ വീണ്ടും കേസ് കോടതി നീട്ടിവെക്കും. രക്ഷപ്പെട്ടു എന്നൊരു ചിന്തയും കാര്യങ്ങളും മനസ്സിലുണ്ട്. തൽക്കാലത്തേക്ക് സമാധാനമായി. അങ്ങനെ എന്ത് ചെയ്തു? സുധീഷ് അവിടെ നിൽക്കുന്ന സമയത്ത് ഹരീഷ് വന്നിട്ട് ചോദിച്ചു, നിധി അപ്പം തന്നെ അങ്ങോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. അതെ, ഇത് എവിടെ ചെന്ന് അവസാനിക്കും? നീ കണ്ടോടാ ഹരീഷേ എന്നൊക്കെ പറഞ്ഞു കഴിക്കുമ്പോഴത്തേനും ഗായത്രിയുടെ കോള് വരുന്നേ. ഗായത്രി വിളിക്കുകയാണ്. ഗായത്രി വിളിക്കുന്ന സമയത്ത് ഹരീഷ് ചോദിച്ചു, ഇതൊക്കെ ശരിയാണെന്ന് സുധീഷാണ് തോന്നുന്നുണ്ടോ? എന്താ? അല്ല, ആ പെണ്ണിനെ വിളിച്ച് സംസാരിക്കുന്നോ? എടാ, ഇതൊക്കെ വെറുതെ അല്ലേ? എടാ, നിധിയെ എന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഞാനൊരു മാർഗം കണ്ടെത്തുന്ന ഈ ഗായത്രി, അല്ലാതെ എനിക്ക് അവളോട് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. ഗായത്രി വിളിച്ചിട്ട് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുകയാണ്. അതെ, അമ്മ വിളിച്ചിട്ട് പോലും ഞാൻ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. പക്ഷേ എനിക്ക് സുധീഷനോട് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇന്ന് കോളേജിൽ വലിയൊരു വിശേഷം ഉണ്ടായി, അത് പറയാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. സുധീഷിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ സുധീഷാണ് എല്ലാം മൂളി കേട്ടോണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗായത്രി ചോദിച്ചു, ഇതെന്താ എല്ലാം മൂളി കേൾക്കണേ? എന്നോടൊന്നും പറയാത്ത എന്താന്ന് ചോദിച്ചു.
ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പോഴാണ് നിധി കുറച്ച് വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. സുധീഷിന് സന്തോഷമായി. സുധീഷ് പെട്ടെന്ന് ഗായത്രിയോട് പറഞ്ഞു, അയ്യോ എൻ്റെ വോയിസ് സ്വീറ്റ്സ് ആണോ? ആ സ്വീറ്റ്സ് അല്ല, സ്വീറ്റ് വോയിസ് ആണെന്നാ പറഞ്ഞേ. ഓ അങ്ങനെയല്ലേ, നല്ല സ്വീറ്റ് വോയിസ് ആണല്ലേ. ഓ എനിക്കിപ്പോഴും ഒരു സമാധാനമായെന്നൊക്കെ പറഞ്ഞു. നിധിയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിധി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി വെള്ളം എടുക്കുകയാണ്. നിധിയെ കേൾപ്പിക്കാൻ വേണ്ടി കുറേ പഞ്ചാര വർത്താനങ്ങളൊക്കെ ഗായത്രിയോട് പറയണം സുധീഷ്. നിധി ദേഷ്യത്തോടെ പോയി കഥ അങ്ങോട്ട് വലിച്ചടച്ചു. പിന്നീട് ആ കാഴ്ച കണ്ടപ്പോൾ സുധീഷ് ഗായത്രിയോട് പറഞ്ഞു, അതെ ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്തു. ഹരീഷിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേടാ എങ്ങനെയുണ്ട്? നിധിക്ക് നല്ല ദേഷ്യമായി. നിധി ദേഷ്യത്തോടെ കഥക് വലിച്ചടിച്ചിട്ട് പോയതുണ്ടോ? ദേ സുധീഷ് ചേട്ടാ, ഇതൊന്നും ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വെറുതെ ഒരിതുണ്ടാക്കണ്ട. പിന്നെ ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ സുഭാഷിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരുവാണ്. ഒരു ലവ് ചിഹ്നം. നോക്കിക്കഴിഞ്ഞപ്പോൾ ചാന്ദിനിയുടെ ഫോണിൽ നിന്നാണ്. സുഭാഷ് കുറേ സമയം ആലോചിച്ചു. തിരിച്ചൊരു ലവ് ചിഹ്നം അങ്ങോട്ട് വിട്ടു. അപ്പോഴേക്കും ചാന്ദിനിയുടെ അടുത്ത മെസ്സേജ് വന്നു. ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചോണ്ട് കഴിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് സുഭാഷൻ ചോദിക്കുകയാണ്. അങ്ങനെ അവർ ചാറ്റ് ചെയ്ത് പ്രണയിച്ചുകൊണ്ടിരിക്കുക. സുഭാഷിന് ഇതിനു മുമ്പെങ്ങും ഇല്ലാത്ത ഒരു സന്തോഷം കാര്യങ്ങളും തോന്നി. അങ്ങനെ ആദ്യമായിട്ട് സുഭാഷിന് ചാന്ദിനോട് അങ്ങനെ ഇഷ്ടം തോന്നുകയാണ്. അവർ രണ്ടുപേരും കൂടെ ഫോണിൽ ഇങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കഴിയുമ്പോൾ നിധി അതിലൂടെ വന്നപ്പോൾ കണ്ടു. നിധി നോക്കും കഴിയുമ്പോൾ ഭയങ്കര ചാറ്റിങ്ങും പരിപാടിയൊക്കെയാണ്. നിധി അങ്ങോട്ട് കയറി പോവുകയും ചെയ്ത് മൈൻഡ് ചെയ്യാതെ. ഇത് സുധീഷ് വന്ന് കണ്ടു. ഓഹോ, ഇത്രയും നാൾ ഫോണ് പോലും കൈ കൊണ്ട് അങ്ങനെ തൊടാത്ത ആളാ. ഇപ്പം കണ്ടില്ലേ ഫുൾ ടൈം ചാറ്റിങ്ങുമായിട്ട് ഇരിക്കുന്നത്. സുഭാഷ് എണ്ണ കൊള്ളാലോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് സുഭാഷിനെ കളിയാക്കുകയും ചെയ്തു. സുഭാഷ് കൂടുതലൊന്നും പറയാതെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പത്തിന് ഓഫീസിലേക്ക് പോകാനായിട്ട് നിധി ഇറങ്ങി. കൂടെ നികേഷും ഇറങ്ങി. നിധി പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നമുക്ക് സ്കൂട്ടിക്ക് പോകാമെന്ന് പറഞ്ഞു. അതെന്താ? എന്ത് ചെയ്യാനാ, സ്കൂട്ടിക്ക് പോയില്ലെങ്കിൽ പണിയാ. ഇനി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനുവേ ആ സുധീഷിൻ്റെ ആ ഇത് കാണുമല്ലോ, ഗായത്രി എന്ന് പറയുന്ന പെണ്ണ് വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. പിന്നെ അവർ തമ്മിലുള്ള കൊഞ്ചത് കാണണമെന്ന് പറഞ്ഞു. ഒടുവിൽ നിധിയും നികേഷും കൂടെ സ്കൂട്ടിക്ക് പോകണം. അപ്പം ബസ് സ്റ്റോപ്പ് വരെ പോയുള്ളൂ. അവിടെ കൊണ്ട് സ്കൂട്ടി വെച്ചിട്ട് ബസ്സിന് കയറി പോകാനായിട്ടാണ്. കാരണം നിധിക്ക് പേടിയാ. ഒത്തിരി തിരക്കുള്ള വഴി കൂടെ അത്ര ബാലൻസ് ആയിട്ടില്ല വണ്ടി ഓടിച്ച് പോകാനായിട്ട്. അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേനും ഗായത്രി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഗായത്രി നികേഷിനെയൊക്കെ നോക്കുവാണ്. നികേഷും നിധി മൈൻഡ് ചെയ്തില്ല. കുറേ സമയം കഴിഞ്ഞിട്ട് സുധീഷിനെ കാണാതെ വന്നപ്പോൾ ഗായത്രിക്ക് ടെൻഷൻ. ഗായത്രി വന്നിട്ട് നിധിയോട് ചോദിച്ചു, അല്ല മറ്റേ ചേട്ടൻ വന്നില്ലേന്ന് ചോദിച്ചു. നികേഷോട് ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു. അല്ല ഇതാരാന്ന് ചോദിച്ചു. നിധിയെ ചൂണ്ടിക്കാണിച്ചോണ്ട്, ചേച്ചിയാണോ? സുധീഷ് ഏണ്ട ചേച്ചിയാണോ എന്ന് ചോദിച്ചു. ഇതിപ്പോൾ ഒരു അടി കിട്ടാനുണ്ടോ നിധിക്കോ അപ്പോൾ ടെൻഷനായി. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അതൊക്കെ സുധീഷ് ഏട്ടൻ വരുമ്പോൾ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഗായത്രി അങ്ങോട്ട് മാറിപ്പോയി. അവള് ഞാൻ ചേച്ചിയാണോന്ന് നികേഷ് പറഞ്ഞു. അതെ നിധി അടുത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അവൾക്ക് കണ്ണിന് എന്തോ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് നിധിയെ തൽക്കാലത്തേക്കൊന്ന് ആശ്വസിപ്പിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് അങ്ങോട്ട് വന്നു. ഗായത്രിയായിട്ട് ഭയങ്കര സംസാരം ചിരിയൊക്കെ. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല നിധിക്ക്. എത്രയും പെട്ടെന്ന് ബസ് വന്നാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബസ് വന്ന് നിധി അങ്ങോട്ട് ബസ്സിൽ കയറി പോകുമ്പോഴത്തേനും നികേഷ് പറഞ്ഞു, എന്താ സുധീഷ് ഏട്ടാ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? എടാ ഇതൊക്കെ അവളെ എൻ്റെ പരിധിയിലാക്കാനുള്ളൊരു പരിപാടിയല്ലേ ഞാൻ, അല്ലാതെ വേണമെന്ന് വെച്ചിട്ടൊന്നും അല്ലെന്ന് പറഞ്ഞു. നികേഷിനറിയാം സുധീഷ് എത്രമാത്രം നിധിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെയൊന്ന് ഓഫീസിൽ പോയി നിധി തൻ്റെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ അത് സക്സസ് ആയിരുന്നു ആ പ്രോജക്റ്റ്. അപ്പോൾ അതിൻ്റെ അപ്രിസിയേഷൻ കാര്യങ്ങളും ഒക്കെ ബോസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ പ്രവീൺ വിളിച്ചിട്ട് നിധിയോട് പറഞ്ഞ്, കൺഗ്രാസ്, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം ചെയ്യാം, വൈകുന്നേരം തൊട്ടപ്പുറത്തെ നല്ലൊരു ഹോട്ടലുണ്ട്, അവിടെ പോയി ഫുഡ് കഴിച്ചാലോന്നൊക്കെ ചോദിച്ചു. പക്ഷേ നിധി അത് നിരസിക്കുകയോ ചെയ്തേ. അങ്ങനെ പ്രവീൺ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ദിവ്യ പറഞ്ഞു, സാറിന് നിന്നോടൊരു ഇഷ്ടമുണ്ടെന്ന് തോന്നല്ലോ. ഇഷ്ടമോ? അതല്ല, ഇതിനു മുമ്പ് ഞാനിവിടെ കുറേ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നോട് ഇതുവരായിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പ്രോജക്റ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ട് തന്നെ 1 വർഷം അടുത്താകാൻ പോവാ. ഇന്ന് വരെ എന്നോട് ഇങ്ങനെ അടുപ്പമൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ നിധി നിന്നോട് എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. എനിക്ക് തോന്നുന്നേ നിന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നത് ഇനി അടുത്തത് വരാൻ പോകുന്ന മാരേജ് പ്രപ്പോസലായിരിക്കും. നീ കരുതിയിരുന്നോളാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നിധിയിലൊരു ഞെട്ടലുണ്ടായത്. എൻ്റെ ദൈവമേ, അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.